ഹലോ കൂട്ടുകാരെ, ഞാൻ ഹോസ്പിറ്റലൈസ് ആയി. ആരും അന്വേഷിച്ചില്ല കേട്ടോ, പരാതിയുണ്ട്. പോട്ടെ, നിങ്ങൾ നാളെ അന്വേഷിക്കുന്നുള്ള വിശ്വാസത്തിൽ നമുക്കൊരു പുതിയ വീഡിയോ തുടങ്ങാം. ശരിക്കും പറഞ്ഞ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നല്ല ശരിക്കും കലിപ്പ് വരുന്ന ഒരു വീഡിയോ ആണ്. അഖിലിനെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? നല്ലൊരു സോഷ്യൽ മീഡിയ അടിപൊളി ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് അഖില്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളാണ്. കുട്ടികളുടെ ഒരു വൈബ് അനുസരിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അഖില്. ഒരു മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായിരുന്നു. ജോലിയൊക്കെ റിസൈൻ ചെയ്തു. തന്റെ പാഷൻ, തന്റെ ആക്ടിങ് അല്ലെങ്കിൽ തനിക്ക് ഇങ്ങനെയാണ്, അതാണ് താല്പര്യം എന്നുള്ള തിരിച്ചറിഞ്ഞ് ജോലിയെല്ലാം കളഞ്ഞ് പൊളിച്ച് ഇവിടെ വന്ന് പുള്ളി ക്ലിക്കായി, നല്ല ലൈഫ് സ്റ്റൈലായി ഒക്കെയായി. 3-4 കൊല്ലം സ്നേഹിച്ചു, ഒരു പെണ്ണിനെയും കിട്ടി, ഒരു സിനിമ ചെയ്തു. ശരി, സിനിമ വിജയിക്കുകയും ഫ്ലോപ്പ് ആവുകയൊക്കെ ചെയ്യുന്നത് അത് നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യമല്ല. സമയം പോലെ ഇരിക്കും. അപ്പം എന്തായാലും പുള്ളി ഒരു സിനിമ ചെയ്തു. അത് ഫ്ലോപ്പായി, ആയിക്കോട്ടെ, എങ്കിലും ചെയ്തു അല്ലേ? അപ്പൊ നല്ലൊരു പീക്ക് ലെവല് നിൽക്കുകയാണ്. ആ പുള്ളിനെ കട്ടൻകാലിന് വെട്ടിയിടുക എന്ന് പറയണത് പോലെയാണ്. ഇപ്പൊ വെട്ടിയിട്ട് ഈ ചില സംഭവങ്ങൾ നമ്മളെ പെട്ടെന്ന് ട്രിഗർ ചെയ്യും, നമ്മുടെ പാസ്റ്റിലേക്ക് പോകും. അപ്പം എനിക്ക് അഖിലിന്റെ ഇപ്പോഴത്തെ ഒരു മാനസിക അവസ്ഥ എന്ന് പറയുന്നത് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും. വ്യക്തമായിട്ട് എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ അഖില് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം വെച്ചാൽ അതിന് നമുക്ക് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും നടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് ഇതുപോലെ ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. എന്റെ പാസ്റ്റ് ലൈഫിൽ, അപ്പൊ ഞാൻ കുഞ്ഞായിരുന്നു കേട്ടോ. കുഞ്ഞെന്ന് പറയുമ്പോൾ ഒരു 4-4.5 വയസ്സുള്ള സമയത്ത് എനിക്ക് എന്റെ ലൈഫിൽ സംഭവിച്ചൊരു ഒരു കാര്യം കൂടിയാണിത്. പെട്ടെന്ന് ഞാൻ ഇത് കേട്ടപ്പോൾ എനിക്ക് വേഗം ഓർമ്മ വന്നത് എന്റെ ആ ഒരു ബാല്യകാലമാണ്. ഓക്കെ, അതൊക്കെ വിട്. എന്റെ ആ പഴംപുരാണം പറഞ്ഞിട്ട് വലിയ കഥയൊന്നുമില്ല. ഇപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാവം പിടിച്ചൊരു പയ്യന്, അവന് പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഉള്ള ആൾക്കാരെല്ലാം പൊതുവെ പറയുന്നത് അഖിലൊരു വെറും ഒരു പാവമാണ് എന്നാ പറയുന്നത്. അങ്ങനെ പാവമായിരുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലാണ് ഇങ്ങനൊരു ദുരന്തം. ഈ എന്താ പറയാ, ഇപ്പൊ മഴക്കെടുതി എന്നൊക്കെ പറയണത് അമ്മാതിരിയാണല്ലോ. ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇത്രയും ഒരു ദുരന്തം വന്ന് പെട്ടു. ഏറ്റവും കൂടുതൽ അതിന് ഇപ്പം ഈ വർഷം അല്ലെങ്കിൽ 2018 ശേഷം ഉണ്ടാകുന്ന അടുത്ത ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ എഫക്ട് ആയിക്കൊണ്ടിരിക്കുന്നത് 2026 നമ്മുടെ പത്തനംതിട്ട ജില്ലക്കാരാണല്ലോ. എന്ന് പറയുന്ന പോലെ അവന്റെ ജീവിതത്തിലും ഏറ്റവും വലിയൊരു ദുരന്തം വന്ന് സംഭവിച്ചു. എനിക്ക് തോന്നുന്നു ഇനി ഒരു ദുരന്തം അവന്റെ ജീവിതത്തിൽ ഇതിൽ കൂടുതൽ വലുത് വരാനില്ല എന്നൊന്നും. 3 കൊല്ലത്തോളം സ്നേഹിച്ച് വിവാഹം കഴിച്ച ഒരു ആണ് ഈ പെണ്ണെന്ന് പറയുന്നത്. ഈ പെണ്ണിന്റെ പേരെന്താ? ഇനി എന്തെങ്കിലും ആയിട്ട്, എനിക്ക് അവന്റെ പേര് പറയാൻ താല്പര്യമില്ല. ഞാൻ നിങ്ങൾക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാൻ അത് കാണിച്ചേക്കാം. അപ്പം ഈ പെങ്കൊച്ച് ഇപ്പൊ കാണിച്ച ഒരു പരിപാടിക്ക് തന്തയില്ലായ്മ എന്ന് വിളിക്കണോ അതോ കഴപ്പമൂത്ത് എന്ത് വിളിക്കണം എന്നറിയില്ല. ചിലപ്പോൾ അവൾക്ക് ന്യായീകരിക്കാനുണ്ടാവാം, ന്യായങ്ങൾ പറയാനുണ്ടാവാം. ഇന്നല്ലെങ്കിൽ നാളെ അവളെ ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയും, എന്തായിരുന്നു എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, അഖിൽ എന്തായിരുന്നു, അഖിലിന്റെ സ്വഭാവം ഇന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നീണ്ടൊരു 1-1.5-2 മണിക്കൂറത്തെ ഇന്റർവ്യൂ ഏതെങ്കിലും ഒരു ചാനലിൽ കൊടുക്കും. അന്ന് പല കാര്യങ്ങളും എക്സ്പോസ് ആവാൻ കിടക്കുന്നുണ്ടാവും. അപ്പൊ ഇവള് പറയും, അവൻ പ്രതികരിക്കും, അവൻ പറയും, ഇവള് പ്രതികരിക്കും. ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഇന്റർവ്യൂ ഇന്നല്ലെങ്കിൽ നാളെ ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ള കാര്യങ്ങളും ഉണ്ട് കേട്ടോ, ഞാൻ പറയാം. അപ്പം വഴിയെ നിങ്ങൾക്കത് മനസ്സിലാവും. അതിനുള്ള കാര്യങ്ങളും ഇതിനകത്തുണ്ട്. പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളൂ, എടി നിന്റെ ജീവിതത്തിൽ അഖിലുമായിട്ട് നിനക്ക് ജീവിച്ചു പോകാൻ പറ്റുന്നില്ല. നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത്
അത് നിന്റെ വീട്ടിൽ പറയുക, അല്ലെങ്കിൽ അഖിലിന്റെ വീട്ടിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. പോട്ടെ, അഖിലിന്റെ വീട്ടിൽ പ്രസന്റ് ചെയ്യണം, കാരണം വെച്ച് കഴിഞ്ഞാൽ കാക്കയ്ക്ക് താൻ കുഞ്ഞ് പൊൻകുഞ്ഞെന്ന് തന്നെയാണ്. അപ്പൊ നാളെ നീ ഇപ്പൊ അഖിലിന്റെ ഒരു പ്രശ്നം, അഖിൽ അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അഖിൽ എന്നെ ഇങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നീ അവരുടെ വീട്ടിൽ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ അവർ മോനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതൊരു 100ൽ ഒരു എന്താ പറയാ 95 പേരൻസും അങ്ങനെ തന്നെയാണ്. അതിനകത്ത് 5 പേരൻസ് മാത്രമേ ഉള്ളൂ, അല്ലെ? ഒരു 5% പേരൻസ് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന മരുമക്കളെ സപ്പോർട്ട് ചെയ്യുന്നവർ. അപ്പൊ നമുക്ക് അവിടെ സ്കോപ്പ് കൂടുതലായതുകൊണ്ട് ശരി, നീ അഖിലിന്റെ അപ്പനെ അമ്മേനെ ഇവരൊക്കെ വിട്ടേരുന്നേ, നീ നിന്റെ വീട്ടിൽ പറയാമായിരുന്നു. കാരണം നിങ്ങൾ സ്നേഹിച്ചു, വീട്ടിൽ പറഞ്ഞു, അപ്പൊ വീട്ടുകാർ എതിർത്തു, പ്രശ്നങ്ങളായി. ഈ പ്രശ്നങ്ങൾ എല്ലാം തരണം ചെയ്ത് വിവാഹം കഴിച്ചവരാണ് നിങ്ങൾ. എങ്ങനെ ഒളിച്ചോടി പോയി കെട്ടുവോ, അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ എവിടെയെങ്കിലും പോയി സബ് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്ത വ്യക്തികളോ അല്ല. നിങ്ങൾ അതിനെ ഫൈറ്റ് ചെയ്ത് 2 പേരൻസിനെയും പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ വിവാഹം കഴിച്ചവരാണ്. അത്രയും നല്ല കിടുവായിട്ട് ആർഭാടമായിട്ടാണ് കല്യാണം കഴിച്ചവരാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ 100% നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോട് പറയുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഇനി അതല്ല, നിങ്ങൾ കല്യാണം കഴിച്ച് സ്നേഹിച്ച് കല്യാണം കഴിച്ചതുകൊണ്ട് ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ അവരോട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അതെല്ലാം സാക്രിഫൈ ചെയ്ത് ഈ 2 കൊല്ലമാകുന്നു വിവാഹം കഴിച്ചിട്ട്, അപ്പൊ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി, ആയിക്കോട്ടെ. പക്ഷെ ഒരു എൻഡ് വരുമ്പോൾ നമ്മൾ തെറ്റുകാരിയല്ല, അല്ലെങ്കിൽ തെറ്റുകാരനല്ല എന്ന് നമുക്കറിയാമെങ്കിൽ അത് ഈ മറ്റുള്ളവരെയും ബോധിപ്പിക്കേണ്ട ആവശ്യകത ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്നിടത്തോളം കാലം അത് ആവശ്യമാണ്. അല്ലെങ്കിൽ മരിച്ചു മണ്ണടിഞ്ഞാൽ പോലും നമ്മുടെ മണ്ടയിൽ വന്നിരിക്കുന്ന ഒരു പേരുദോഷം അത് മാറത്തില്ല. സീരിയസ് ആയിട്ടാ പറഞ്ഞിരിക്കുന്നത്. അതൊരിക്കലും മാറാൻ പോകുന്നില്ല. ആ ഒരു കളങ്കം തലയിൽ കിടക്കുമ്പോൾ ഒരു കാലത്തും എത്ര നമ്മൾ ശരിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ 100 നിന്ന് ഒരാളെ തല ഉയർത്തി നോക്കാൻ കഴിയുകയില്ല. കാരണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർ നമ്മളോട് ചോദ്യം ചോദിക്കും. തിരിച്ച് നമ്മൾ ഉത്തരം പറയുമ്പോൾ അവരൊരിക്കലും ആ ഉത്തരത്തിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അവരപ്പോൾ അതിന് 2 ചോദ്യമാവും. പിന്നെ നമ്മൾ ഉത്തരം കൊടുക്കണം. റിപ്പീറ്റഡ് ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ തന്നെ തളർന്നു പോകും ഉത്തരം കൊടുത്ത്. പക്ഷെ ഒരിക്കലും ചോദ്യം നിൽക്കത്തില്ല. അപ്പം നിനക്ക് ഈ അഖിലിന്റെ അടുത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ പൊന്നു മോളെ, നിനക്ക് നിന്റെ പേരൻസിനോട് പറയാമായിരുന്നു, നിന്റെ അച്ഛൻ്റെ അടുത്ത് പറയാമായിരുന്നു, നിന്റെ അമ്മയുടെ അടുത്ത് പറയാമായിരുന്നു. ഇതിപ്പം നീ ഒളിച്ചോടുന്നതിന്റെ അന്നും കൂടി നിങ്ങൾ തമ്മിലുള്ള എന്താ പറയാ ഭയങ്കര എന്താ പറയാ സോൾമേറ്റ് ആണ് ഞങ്ങള് ഒരു മാതൃക ദമ്പതികളാണ്. എന്റെ മറ്റേതാണ് മറിച്ചാണെന്നുള്ള വീഡിയോ ഇട്ടിട്ടാണ് നീ രാത്രി ഒരുത്തിനോട് ചാടിപ്പോയിരിക്കുന്നത്. അതിലെന്തർത്ഥം? ഇനി അഥവാ നിനക്ക് അവനിൽ ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ 100% ഞാനും ഒരു ഭാര്യയാണ്, ഞാൻ 3 മക്കളുടെ അമ്മയാണ്, ഇതിലുപരി ഞാൻ മകളാണ്. അപ്പൊ ഏതൊക്കെ സ്റ്റേജിലൂടെ കടന്നു പോയതാണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയാം. അപ്പൊ നമ്മളുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായാൽ നമ്മുടെ പുരുഷൻ എങ്ങനെ നമ്മളോട് ബിഹേവ് ചെയ്യുമെന്നും പുരുഷന്മാരുടെ നിന്ന് നമുക്കുണ്ടാവുന്ന ഒരു മോശമായ ഒരു എന്തെങ്കിലും ഒരു ബിഹേവിയർ ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് എങ്ങനെ ബിഹേവ് തിരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഈവൻ ഒരു ഫോട്ടോ പോലും എടുക്കാനുള്ള മൈൻഡ് ഉണ്ടാവില്ല, നമ്മൾ പോവുകയില്ല. ഇനി അഥവാ നമ്മൾ പോയി ഫോട്ടോ എടുത്താൽ നമ്മൾ ഒരു വെളിച്ച മോന്തായിരിക്കും. അതിനകത്ത് ഒരു ആത്മാർത്ഥതയും ഒരു സ്ത്രീക്ക് കൊടുക്കാൻ കഴിയുകയില്ല. 100% ഒരു സ്ത്രീയും. പിന്നെന്താ, കുടുംബം തകർന്നു പോകരുതല്ലോ, ഇനി ഒരു വഴക്കുണ്ടാവരുതല്ലോ, ഇനി ഒരു ആർഗ്യുമെന്റ്സ് ഉണ്ടാവരുതല്ലോ എന്ന് കരുതി സിബ് ഇട്ടിട്ട് പോയി ഇങ്ങനെ അങ്ങ് നിൽക്കും. പിന്നെ തഴമ്പിച്ച ഭാര്യമാരാണെങ്കിൽ പോയി കെട്ടുവിനോടെ കിടക്കും. ഭർത്താവിനെ ഇഷ്ടമല്ല, ഭർത്താവിന്റെ കയ്യിലെ ക്രൂരതകൾ അതുപോലെ ഏറ്റ് തലയിൽ വാങ്ങി പുറത്ത് ഇടിയും വാങ്ങി ചീത്തവിളിയും തെറിയും കേട്ട് മരവിച്ച് സ്വയം പഴിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ പോലും ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്ക് വീണ്ടും വഴങ്ങി കൊടുക്കുക തന്നെ ചെയ്യും. അതിന് ഒരു റീസൺ ഉണ്ട്. എനിക്കുള്ളത് 2-3 പിള്ളേരാണല്ലോ, അല്ലെങ്കിൽ ഒരു കൊച്ചാണല്ലോ, ഞാനിപ്പം സ്വന്തമായിട്ട് കാര്യം നോക്കി പോകുമ്പോൾ എന്റെ കൊച്ചിന്റെ ഫ്യൂച്ചറിൽ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ പേരൻസ് നഷ്ടപ്പെടും, അങ്ങനെ ഒരു 100,000 ചിന്തകൾ കാരണമാണ് ഒരു സ്ത്രീ എല്ലാ സാക്രിഫൈ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത്. അവസാനം സാക്രിഫൈ ചെയ്ത് കയ്യിൽ നിന്നെല്ലാം വിട്ടുപോകും, പിടിച്ചു നിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ കൈവിട്ടു പോകുന്ന ഒരു സ്റ്റേജ് വരുമ്പോഴാണ് 2 ഡിസിഷൻ എടുക്കും. ഒന്ന് വീട്ടിൽ പറഞ്ഞ് നമ്മൾ ഡിവോഴ്സ് ആയി അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയി മാറും, ജോലിക്ക് പോകും, 2 കൽപ്പിച്ച്, അല്ലെങ്കിൽ നേരെ പോയി അങ്ങ് തൂങ്ങിച്ചാവും, അല്ലെങ്കിൽ പോയി ആറ്റിച്ചാടും, പിന്നെ വിഷമടിച്ചാവും. സ്വാഭാവികമാണ്. അപ്പം ഇതൊന്നും ചെയ്യാതെ രാവിലെ റീൽസ് എടുത്ത് റിയൽ ലൈഫും ഒക്കെ പിന്നെ വേഴ്സസ് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം പട്ടക്കേന്ന് പറഞ്ഞ ഒരുത്തിനോട് ഇറങ്ങിയാ പോവാ. ഇപ്പൊ എന്താ പറ്റുന്ന വെച്ചാൽ എന്റെ പൊന്നു മോളെ, ഇത്രേ ഉള്ളൂ. നിന്റെ ഭാഗത്തൊരു 1% ശരി ഉണ്ടെങ്കിൽ പോലും നീ ലൈഫ് ലോങ് വെറും സീറോയാ, വെറും സീറോ. നിനക്ക് എന്തായാലും നമ്മൾ മനസ്സിലാക്കിയെടുത്തും അന്വേഷിച്ചും അറിഞ്ഞെടുത്തും കണ്ടെടുത്തും കേട്ടെടുത്തോളം നിന്റെ ലൈഫ് ഒരിക്കലും സെക്യൂർ അല്ല, ഒരിക്കലും സെക്യൂർ അല്ല. കാരണം ഇവൻ നിന്നെ കൊണ്ടുപോയത് ഒരു ഡ്രൈവറോ, ഒരു വർഷം പറയുന്നു ഡ്രൈവറാന്ന്, ഒരു വർഷം പറയുന്നു കണ്ടക്ടർ കം കിളിയാണെന്ന് പറയുന്നു. ഇവർക്കൊക്കെ ഇതുപോലെ സമ്പാദ്യമുള്ളവരാണെങ്കിൽ ഈ പണിക്ക് നിൽക്കില്ലോ, അവരടുത്ത വേറെ എന്തെങ്കിലും ലെവലിൽ പോകും. അപ്പൊ നമുക്ക് ഈ ഭൂമി ജീവിക്കുന്നവരാണ് നമ്മൾ, നമുക്കറിയാം ഒരാള് ഡ്രൈവർ ആവുമ്പോൾ അവന്റെ ബാങ്ക് ബാലൻസ്, അവന്റെ അതായത് ഓരോരുത്തരും പൊസിഷൻ നമുക്ക് കാണുമ്പോൾ അറിയാം.
ഓരോരുത്തർ എടുക്കുന്ന ജോലി ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുമാത്രം ലൈഫ് സെക്യൂർ ആണ് ഇവരെന്നുള്ളത്. പിന്നെ അവരുടെയൊക്കെ സ്വഭാവം, ക്യാരക്ടർ പോലെ ഇരിക്കും ലൈഫിൽ അവർ എത്രത്തോളം ഹാപ്പി ആവുന്നു എന്നുള്ളത്. അപ്പം ഈ ലൈഫിൽ നീ ഇപ്പൊ തിരഞ്ഞെടുത്ത സ്വന്തമായിട്ട് ഊളായിട്ട് പോയിരിക്കുന്ന ആ ലൈഫിൽ ഒരു കാര്യത്തിൽ സാമ്പത്തികമായി സെക്യൂരേ അല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നിനക്ക് നാളെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വരും. കാരണം നിന്റെ ഈ മോന്ത കല്യാണത്തിന് മുമ്പ് ആർക്കും അറിയില്ലായിരുന്നു. അഖിലിന്റെ കൂടെ കൂടി അഖിലിന്റെ വൈഫ് എന്ന ലേബലിൽ നിന്റെ ഈ മുഖം നീ നാട്ടുകാരെ കാണിച്ചു. എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. നിന്നെ സ്വീകരിച്ചു. നീ എന്ത് കാണിച്ചാലും അത് സ്വീകരിച്ച് നിന്നെ ഒരു നല്ലൊരു കുഞ്ഞായിട്ട് കരുതി. കാരണം എന്താ? നിന്റെ അമ്മ ടീച്ചർ, നിന്റെ അച്ഛൻ അഡ്വക്കേറ്റ്, നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ഫാമിലിയിൽ നിന്നാണ് നിന്റെ വരവ്. അപ്പൊ നീ പോരട്ടെ, നീയോ ഒരു എഡ്യൂക്കേറ്റഡ് ആണ് അല്ലേ? നിനക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ ഉള്ള ആ വ്യക്തിയാണ്. അപ്പോ നിനക്ക് നാളെ സഫർ ചെയ്യേണ്ടി വരും. നല്ല ഒന്നാന്തരമായിട്ട് സഫർ ചെയ്യേണ്ടി. കാരണം ഇതുവരെ നിനക്ക് പിള്ളേരും പിറുകണിയൊന്നും ഇല്ല. ഒരു കൊച്ചെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ അവസ്ഥ എന്തായിരുന്നേന്? ഞാൻ പറഞ്ഞുതരാം അതിന്റെ അവസ്ഥ എന്തുവാന്ന്. ഒരു കുഞ്ഞുണ്ടായി, നീ ആ കൊച്ചിനെ ഉപേക്ഷിച്ചിട്ടാണ് ഒരുത്തിനോട് ഈ പാതയാത്രയ്ക്ക് ഒരുത്തിനോട് ഇറങ്ങി പോയിരുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ ലൈഫ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, അമ്മ എന്ത് സാക്രിഫൈസ് ചെയ്യും. രണ്ടാനമ്മ വന്നൊന്നിരിക്കട്ടെ, അങ്ങ് പോരടിച്ചൊന്നിരിക്കട്ടെ, പട്ടിണി കിടന്നൊന്നിരിക്കട്ടെ, പക്ഷെ ആ കൊച്ച് വീടിന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ചുറ്റുവട്ടമുള്ള ആൾക്കാർ മുഖത്ത് നോക്കി പറഞ്ഞില്ലേലും പുറകെ ഇരുന്ന് പിറുപിറുക്കും. പറയും എന്താണ് ചെയ്യുന്നറിയും, എടാ തള്ളിയിട്ട് വെച്ച് പോയ കൊച്ചാത്, അവൾ ഇട്ടേച്ച് പോയതാ. ഇത് കേൾക്കുമ്പോൾ കുഞ്ഞായിരിക്കും കുഴപ്പമില്ല, പക്ഷെ കുറച്ച് അറിവൊക്കെ ആയ ശേഷം തള്ള ചാടിപ്പോയത് ആളുടെ മോളാണെന്ന് കേൾക്കുമ്പോൾ അതിന്റെ ഒരു മാനസികാവസ്ഥ, അതും പോരാണ്ട് പഴയ ആൾക്കാർ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇതും. അവരെന്താ പറഞ്ഞത്, അമ്മ വേലി ചാടി, ഇനി മോള് മതില് ചാടാതെ നോക്കിക്കോ. ആ കുഞ്ഞിന്റെ ഒരു മാനസികാവസ്ഥയെ ടോർച്ചറിങ് ആയിരിക്കേ, സമൂഹത്തിൽ നിന്നും വീട്ടിൽ നിന്നും. പിന്നെ വീട്ടിൽ ഇരിക്കുന്നവരൊക്കെ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയി കൊച്ചിന്റെ മുകളിൽ. എന്താ ഈ കൊച്ചിന്റെ, അയ്യോ ആ തള്ള പോയപ്പോ ഇനി ആ സ്വഭാവം ഈ കൊച്ചിന് കിട്ടും അല്ലെ? അപ്പം ഒരു കണക്കിന് കൊച്ചും പിറുങ്ങണൊന്നും ഇല്ലാഞ്ഞത് എന്തുകൊണ്ടോ നന്നായി. അല്ലെങ്കിൽ അതിന്റെ അവസ്ഥ ഓർത്തു. ഇനിയിപ്പം നിന്റെ അവസ്ഥയാണ്. നിന്റെ അവസ്ഥ ഞാൻ പറയാടി, ഇതിന്റെ അവസ്ഥ എന്താ പോകുന്നത്? അവൻ്റെ കൂടെ പോവും. 3, 4, 5 ദിവസമൊക്കെ അവൻ ഇങ്ങനെ അങ്ങോട്ട് വെടിക്കും. എല്ലാത്തിനും ഭയങ്കര സുഖമൊക്കെ ആയിരിക്കും. 5ന്റെ അന്ന് അവന്റെ പോക്കറ്റ് കീറും. കാരണം അവൻ ഈ വളയം പിടിക്കാതെ നിനക്ക് അണ്ണാക്കിലോട്ട് തിരികെ തരാൻ പറ്റും. നിന്റെ പിറന്നാളിന് അവന് അടിപൊളി കാറൊക്കെയാണ് അഖിൽ വാങ്ങിച്ചു തന്നെ അല്ലേ? നല്ല കിടുവാച്ചി കാറ്, കണ്ണൊക്കെ അങ്ങോട്ട് മൂടി കെട്ടിക്കൊണ്ട് പോയിട്ട് നിനക്ക് നല്ല കിടു കാർ കൊണ്ട് വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ നീ നല്ല AC കാറിലിരുന്ന് നല്ല അവക്കാടൊക്കെ കയറ്റി ജീവിച്ച നിനക്ക്, തീങ്കൂത്തലായിട്ടിരുന്ന നിനക്ക് ഇനി പഴിഞ്ഞു കുടിച്ച് ജീവിക്കുമ്പോഴറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അപ്പൊ പിന്നെ വേറെ കുഴപ്പമുണ്ട്. അയ്യോ എനിക്ക് ആഗ്രഹമായിരുന്നു നല്ലതെന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകാൻ പറ്റുമോ? ഇല്ല. കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാരാണെങ്കിൽ നിന്നെ കയറ്റുകയില്ല. പിന്നെ നിന്നെ വിടും. തിരിച്ച് നിനക്ക് ഇങ്ങോട്ട് വരാൻ ഒരു നിർവാഹവും ഉണ്ടാവില്ല. പിന്നെ അവന്റെ കൂടെ തന്നെ അങ്ങോട്ട് കഴിഞ്ഞു പോവാം. കുറെ കഴിയുമ്പോൾ അവൻ കള്ളുകുടിക്കും. ചിലപ്പോൾ നിനക്ക് 2 തന്നിരിക്കും. അപ്പൊ നീ ആരോട്, അപ്പനായ അഡ്വക്കേറ്റ് അല്ലേ? അപ്പൻ അഡ്വക്കേറ്റ് ആണല്ലോ. പുള്ളിയെടുത്ത് പറയോ, അയ്യോ എന്റെ കെട്ടിയവൻ എന്നെ പീഡിപ്പിക്കുന്നു, ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കാൻ എനിക്ക് വേണ്ടി വാദിക്കണം എന്ന് പറഞ്ഞ് നീ ചെല്ലുവോ? എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഉള്ള കാര്യം പറയാം. നിന്റെ ജീവിതം വെറും നരകത്തിലേക്ക് പോവാണ്. അപ്പൊ നീ മജ്ബൂറാകും. അതായത് നീ നിർബന്ധിതയാകും ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. നീ അങ്ങ് ജോലിക്ക് ചെല്ലുമ്പോൾ നിന്നെ എടുക്കുന്നവരൊക്കെ നിന്റെ പുറകെ ഇരുന്ന് നിന്നെ കുത്തണ കുത്തിന്, എന്റെ പൊന്നേ നീ എങ്ങനെ സഹിക്കൂടി അതൊക്കെ? പിന്നെ നിന്റെ മുന്നിൽ വേറെ ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. ഈ തിരുമോന്ത ഒന്ന് പുറം ലോകത്തെ കാണിക്കുക. അന്നേരം നിന്നെ അങ്ങോട്ട് ഉടുക്കാൻ തുടങ്ങും. കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് അങ്ങോട്ട് ഓഫ് ആക്കുന്നുണ്ട്. ചിലപ്പോൾ കമന്റ് ബോക്സ് കാണാൻ പറ്റില്ല. പക്ഷെ റിയാക്ഷൻ ബ്ലോഗേഴ്സ് ഒരുപാട് പേരുണ്ട്, ഞാൻ ഉൾപ്പെടെ. എല്ലാവരും എടുത്ത് തന്നെ ഉടുക്കും. 100% ഉടുക്കും മോനെ. പിന്നെ നിനക്ക് ഒരു നിർവാഹവും ഇല്ല. ഒരു ഇന്റർവ്യൂ നീ ഏതെങ്കിലും ഒരു ചാനലിൽ വിളിച്ച് നീ ഇന്റർവ്യൂ കൊടുത്ത് നീ വെളുപ്പിക്കാൻ നോക്കും. സോപ്പിട്ടങ്ങ് വെളുപ്പിക്കാൻ നോക്കും. വെളുത്തിരിക്കുന്ന നിന്റെ മോന്തെ കുറച്ചുകൂടെ നീ വെളുപ്പിക്കാൻ നോക്കും അല്ലേ? ഇനി ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാ കൊച്ചേ. ഇനി അഥവാ നിനക്ക് ഈ പയ്യനെ ഇഷ്ടമായിരുന്നു, അഖിലിനെ ഇഷ്ടമില്ല, അവനോടാണെങ്കിൽ ഇഷ്ടം അങ്ങ് തീർന്നു പോയി. അപ്പൊ നിന്റെ മുന്നിൽ 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നീ ഡയറക്റ്റ് അവനടുത്ത് ഡിവോഴ്സ് വാങ്ങിച്ചു പോവുക. അല്ലെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കുക. അഖിലിന്റെ അടുത്ത് കാര്യം പോലും പറയാ. അഖിലേ ഐ ആം റിയലി സോറി. എനിക്കിപ്പം പഴയതുപോലെ നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പഴയതുപോലെ കാണാൻ പറ്റുന്ന കാര്യങ്ങളും പറഞ്ഞ് സെപ്പറേറ്റ് ആയി ഡിവോഴ്സ് ഒക്കെ വാങ്ങി മാന്യമായിട്ട് നീ ഇവന്റെ കൂടെ പോ. എങ്കിൽ നിനക്ക് ഈ സമൂഹത്തിൽ ഒരു വിലയുണ്ടായേനെ, നിനക്ക് ജീവിക്കാൻ പറ്റിയത്. നാളെ നിനക്ക് ഇവന്റെ കൂടെ പോകുമ്പോൾ നിനക്ക് അരിക്ക് മുട്ടുണ്ടാകുമ്പോൾ നിനക്കൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാം. ആ ടൈമിൽ ആൾക്കാരെ നിന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തേനെ. ഇതിപ്പം എന്തായാലും നീ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ നിന്നെ ആൾക്കാർ ഫോളോ ഒക്കെ ചെയ്യും. എന്തിനാ ഡെയിലി ഇടുന്ന വീഡിയോക്ക് തെറി വിളിക്കണ്ടേ?
നോട്ടിഫിക്കേഷൻ എത്തിയാലേ നിന്റെ വീഡിയോ കാണാൻ പറ്റുള്ളൂ. ഉം. ഈ ഒന്നും പറയുന്നില്ല മോളെ. ഒന്നും പറയുന്നില്ല. ഇത് മഴക്കാലായതുകൊണ്ട് രക്ഷയില്ല. വല്ല ചൂടുകാലായിരുന്നെങ്കിൽ വല്ല പാറപ്പുറത്ത് പോയിരിക്കാൻ ഞാൻ പറഞ്ഞേനെയായിരുന്നു. ഫസ്റ്റ് ഓപ്ഷനാ അത്. ഞാൻ ഇങ്ങനൊന്നും സംസാരിക്കണമെന്ന് വലിയ താല്പര്യം ഉണ്ടായിരുന്നതല്ല കൊച്ചേ. കാര്യമായിട്ട് പറഞ്ഞാ. ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇത് കാണുമ്പോൾ എനിക്ക് പലപ്പോഴും ദേഷ്യം വരുവാണ്. സമൂഹം ഇന്നത്തെ കാലത്ത് നിന്നെ പോലുള്ള പല സ്ത്രീകള് ചെയ്യുമ്പോൾ എന്നെ പോലുള്ള പല സ്ത്രീകൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ നീയൊക്കെ അങ്ങനെ ചെയ്യുന്നവളല്ലേ എന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല തിരിച്ച് അവരോട് അല്ലെങ്കിൽ ആ ആണിനോട് തിരിച്ചു ചോദിക്കുമ്പം പിന്നെ തിരിച്ച് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങളും പറച്ചിലും മാത്രമായിട്ട് തീരുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാണ്. ഒരു പെണ്ണ് കാരണം ബാക്കിയുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും പേരുദോഷാ. അതുപോലെ ഒരാണ് കാരണം ബാക്കി എല്ലാ ഇപ്പൊ ഇവിടത്തെ ആ പെണ്ണിനെ പറഞ്ഞു. അതേപോലെ ഞാൻ അവനോട് ചോദിക്കും, "എടാ, എടാ, 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 എടാ വണ്ടിയുടെ മോളിൽ കിടന്ന് മരിക്കുന്നവനെ, നിനക്ക് ഒരു കുടുംബം തകർക്കാനായിരുന്നോ ഇഷ്ടം? നിനക്ക് എന്തോരം പെണ്ണുങ്ങൾ അല്ലാതെ തന്നെ ഉണ്ടായിരുന്നു. നിനക്ക് അതിലൊന്നിനെയും കിട്ടിയില്ലേ? പാവം പിടിച്ച് ഏതോ ഒരുത്തന്റെ ജീവിതം കൊണ്ട് തൊലയ്ക്കണേ." അപ്പൊ ഈ വന്ന കാലത്ത് ആണ് വെറും കൂറ, പെണ്ണ് പരക്കൂറ. ഇന്നിതാണ് അവസ്ഥ. 3 പെൺപിള്ളേരുടെ അമ്മയാ ഞാന്. ഹോ! ഇവളുമാരൊക്കെ എന്തൊക്കെ കാണിക്കുമെന്ന് എനിക്കൊരു ഉത്തരവുമില്ല. പക്ഷെ ഉള്ള കാര്യം ഞാൻ പറയാം. എന്റെ മക്കളുടെ 3 ഏതെങ്കിലും ഒന്നാണ് ഈ ചെറ്റത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ 100% അടിച്ച് കയ്യും കാലും ഞാൻ ഒടിക്കും. കൊല്ലാൻ പറ്റില്ല. കാരണം കൊന്നു കഴിഞ്ഞ് ഞാൻ ജയിലിൽ പോണം. എന്റെ ജീവൻ തന്നെ ഞാൻ ജയിലിൽ കളയുന്നത് എനിക്ക് ഭ്രാന്താണോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്കങ്ങനെ ജയിലിൽ പോയി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവളെയും തല്ലി കൊന്നിട്ട്. പകരം ഇവളെ എന്നേലും ഇവിടെ ചീട്ടം കീറി അങ്ങ് വിടും. അത്രേ ഉള്ളൂ. ഒരു രൂപയ്ക്ക് വകയില്ലാത്ത പരിപാടി ഒപ്പിച്ചു വെക്കും. അത്രേ ഉള്ളൂ. തെണ്ടി ജീവിക്കണം. അനുഭവിക്കണം. എരന്ന് ജീവിച്ച് അനുഭവിക്കണം. സത്യം പറയാമല്ലോ. ആ അവസ്ഥയിലെത്തണം. നമ്മളുടെ കയ്യിൽ നിന്ന് പലപ്പോഴും പൊട്ടത്തരങ്ങൾ സംഭവിക്കാം. ചിലപ്പം ആലോചിക്കാതെ തെറ്റുകൾ ചെയ്യാം. അതൊക്കെ സ്വാഭാവികം. പക്ഷെ ഇത് അറിഞ്ഞുകൊണ്ട് ഒരാളുടെ ജീവിതം അങ്ങ് നശിപ്പിക്കുക എന്ന് പറയുന്നത് കൂടെ സ്വന്തം ജീവിതം. എന്തിന്റെ ആവശ്യം? എത്രയെത്ര നമുക്ക് എത്രയൊക്കെ സൊല്യൂഷൻസ് നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. ആരെയും പഴിക്കാതെ, ആരുടെയും ഒരു മോശം വാക്കിയേക്കാതെ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഒരുപാട് വഴികളുണ്ടെന്നേ. നമുക്ക് അതിലെന്തെങ്കിലും സെലക്ട് ചെയ്യാം. ഇതിപ്പം ഈ കൊച്ചിന് എന്തെങ്കിലും വാ തുറന്ന് പറയാൻ പറ്റുവോ? അഖിലിന് പെണ്ണുപിടിയായിരുന്നു. ഈ അഖിലിന് പെണ്ണുപിടിയായിരുന്നുണ്ടെങ്കിൽ നീ കേസ് കൊടുക്കണമായിരുന്നു. നിന്റെ അപ്പൻ അഡ്വക്കേറ്റ് അല്ലേ? നിന്റെ അപ്പനോട് ഒന്ന് പറയണമായിരുന്നു. നിന്റെ അപ്പനുള്ള അതിനുള്ള ഗട്സ് ഇല്ലേ? നിന്റെ അമ്മ അധ്യാപികയാണ്. നിന്റെ അമ്മയ്ക്കറിയില്ലേ കാര്യങ്ങള്? അല്ലെങ്കിൽ നീ അവന്റെ പെണ്ണ് വിഷയത്തിലുണ്ടാവുന്നതെല്ലാം നീ എവിഡൻസ് കളക്ട് ചെയ്യണം. എന്നിട്ട് അഖിലിനെ എക്സ്പോസ് ചെയ്യണമായിരുന്നു. എന്നിട്ട് വേണമായിരുന്നു നീ തോന്നിവാസം കാണിക്കാൻ. ഇവിടിപ്പം ആരായി? നീ ജീവിക്ക്. പക്ഷെ ജീവിച്ച് കാണണേ. ഈ എന്താ പറയാ കൊമ്പത്തിരുന്നിരുന്നിരുന്നിരുന്നപ്പോ ഉണ്ടല്ലോ ചന്തിക്ക് ചൊറിച്ചിൽ പറയാതിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്ന് കൊമ്പത്തും താക്കോട്ടൊന്ന് ഇറങ്ങിയത്. ഇനി കാല് ചൊറിയുമ്പോ എന്ത് ചെയ്യും നമുക്ക് നോക്കാം. അല്ല പിന്നെ എസിക്കകത്തിരുന്നും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഫുഡും കഴിച്ചും ഭയങ്കര കെയറിങ് ഒക്കെ കിട്ടി അങ്ങോട്ട് വന്നതിന്റെ ഒരു കടി അങ്ങ് തീർന്നു. അല്ല പിന്നെന്താ പറയാ. ഇനി ചിലപ്പോ ഞാനിത് സോഷ്യൽ മീഡിയ ഇടേണ്ട ഒരു വീഡിയോ ആണെന്ന് ആലോചിക്കില്ല. എന്റെ വായിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഞാനാ ആശുപത്രിയില് കിടന്നപ്പോ തന്നെ എനിക്ക് പല ന്യൂസ് ഞാൻ കണ്ടിട്ട് എന്നെ തിളച്ചു പൊങ്ങിയത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇവളെയൊക്കെ എന്നാ ചെയ്യണ്ടേ? നിങ്ങള് തന്നെ പറ. എന്റെ ഈ വീഡിയോ കാണുന്ന എന്റെ പ്രേക്ഷകരോടാ പറഞ്ഞെ. ഇവളെയൊക്കെ എന്ത് ചെയ്യണം? കല്ലെന്ന് ഒരച്ചാ തീരുന്നതല്ലെന്നേ ഈ പ്രശ്നം. പുഴുങ്ങണം. ആവിക്കിട്ട് പുഴുങ്ങണം. ചെലപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് ശരിയാവുമായിരിക്കും. അല്ലയോ? അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.